Hi friends, Assalamu alaikum. Welcome back to my channel THAHI'S Bake World. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നല്ല ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റവ പുഡിങ്ങിന്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല വായിലൊക്കെ ഇട്ടാൽ അലിഞ്ഞു പോകുന്ന വിധത്തിലുള്ള ഒരു അടിപൊളി പുഡിംഗ് ആണ് ഇത്. ഇത് നമ്മൾ കാരമൽ പുഡിംഗ് ഒക്കെ തയ്യാറാക്കുന്നത് പോലെ സ്റ്റീം ചെയ്താണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് പുഡിംഗ് തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പാത്രം എടുക്കുക. ഞാനിവിടെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്ത് ഒന്ന് അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ടിന്നും ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇതിനെയൊന്ന് സ്റ്റൗ ഓൺ ചെയ്ത് ഇതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ഇതിനി നല്ലൊരു ബ്രൗൺ കളറായി കിട്ടുന്നത് വരെ ഇങ്ങനെ ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം കളറൊക്കെ ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ കളറായി കിട്ടുന്നത് വരെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കളറൊക്കെ നന്നായി ചേഞ്ച് ആയി നല്ലൊരു ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതെല്ലായിടത്തേക്ക് ഒന്നാക്കി കൊടുക്കാം. ഇനി വേറൊരു പാത്രം സ്റ്റൗവിൽ വെച്ച് അതിലേക്ക് ഒരു 1.5 കപ്പ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് സ്റ്റൗ ഓണാക്കി ചെറുതായി ചൂടായി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി പാലൊക്കെ നന്നായി ചൂടായി ബട്ടർ ഒന്ന് മെൽട്ടായി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്ത് പഞ്ചസാരയൊക്കെ മെൽട്ടായി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/4 കപ്പ് റവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാനിപ്പോൾ വറുക്കാത്ത റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വറുത്ത റവയായാലും കുഴപ്പമൊന്നുമില്ല. ഇതിനി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊരു ഒന്ന് തിളച്ച് വന്ന് പിന്നെ അതിനുശേഷം ഒരു 2 മിനിറ്റ് കൂടി ഇങ്ങനെ കുക്ക് ചെയ്താൽ മതി. നന്നായിട്ട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഏകദേശം തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി 2 മിനിറ്റ് കൂടി ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പം ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതവിടെ ചൂടാറുന്നതായിട്ട് മാറ്റി വെക്കാം. ചൂടൊക്കെ ആറി വരുമ്പോൾ നന്നായിട്ട് കുറുകി വരും. ഇനി വേറൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊരു സ്പൂൺ വെച്ച് ഇങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള റവ ചേർത്ത് കൊടുക്കാം. ഇവിടെ റവ കുറച്ചൊക്കെ തണുത്തിട്ടുണ്ട്. ചെറിയൊരു ചൂടുണ്ട്, അത് കുഴപ്പമില്ല. ചെറിയ ചൂടോടുകൂടി തന്നെ എഗ്ഗിലേക്ക് ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് സ്പൂൺ വെച്ച് തന്നെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ കാരമലൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ടിന്നൊന്ന് ഒരു അലൂമിനിയം ഫോയിൽ കൊണ്ടൊന്ന് കവർ ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു സ്ക്യൂർ വെച്ച് ഇങ്ങനെ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ സ്റ്റീം ചെയ്യുന്ന സമയത്ത് അധികം വെള്ളമൊന്നും പുഡിങ്ങിലേക്ക് വീഴില്ല. ഇനി ഇതൊരു സ്റ്റീമറിലേക്ക് വെച്ച് ഒരു 20 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കാം. പുഡിങ്ങൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് കുത്തി നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ പുഡിങ് സെറ്റായെന്നാണ്. ഇതിനെ ഒന്ന് പുറത്തേക്ക് എടുത്ത് ഒന്ന് ചൂടാറിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത് ചൂടോടുകൂടിയോ അല്ലെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ചെറിയ ചൂടോടുകൂടി തന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.
അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തന്നെ കമൻസ് ആയിട്ട് തന്നെ അറിയിക്കുക. അപ്പോൾ ഇത് ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് എടുത്ത് നോക്കാം. കണ്ടില്ലേ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് പുഡിങ്ങിനേക്കാളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ്ങാണിത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും കൂടുതൽ വീഡിയോകളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഓക്കെ, താങ്ക് യു.